ഇപ്പോൾ കാണുന്ന ഈ പൂവ് ഏതാണെന്നറിയോ? കണ്ട റോസാപ്പൂ പോലെ ഉണ്ട് അല്ലേ? നീല റോസാപ്പൂവൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ. പക്ഷേ ഇത് ശംഖുപുഷ്പം കേട്ടോ, ഡബിൾ പെറ്റലാണ്. ഡബിൾ പെറ്റൽ ശംഖുപുഷ്പമാണിത്. എനിക്ക് ആദ്യമായിട്ടാണ് ഞാനിത് കാണുന്നത്. ഇത് എൻ്റെ വീട്ടിൽ, വയനാട്ടിൽ എൻ്റെ വീട്ടിലാട്ടോ, എൻ്റെ ബ്രദർ കൊണ്ടുവന്ന് നട്ടിട്ട് വിരിഞ്ഞതാണ്. പിന്നെ എന്തായാലും ഇന്ന് നൈസായിട്ട് ഞാൻ അതിൻ്റെ വിത്തൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കത് വേണമല്ലോ, അല്ലെങ്കിൽ എവിടെയും എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് അടിച്ചു മാറ്റുക എന്നുള്ളത്. അടിച്ചു മാറ്റുമെന്നല്ല കേട്ടോ, ഞാൻ ആരോടും ചോദിക്കാതെ ഒന്നും അങ്ങനെ എവിടുന്നും ഞാനൊന്ന് കാട്ടുന്നൊക്കെ പറിച്ചുകൊണ്ടുവരും. പക്ഷേ വീടുകളിലുള്ളതൊന്നും ഞാനൊരു ഇല പോലും പൊട്ടിക്കില്ല അവരോട് ചോദിക്കാതെ. കാരണം നമുക്ക് തന്നെ അറിയാം, നമ്മൾ നട്ടു വളർത്തുന്ന ചെടികൾ അവരോട് ചോദിക്കാതെ നമ്മൾ ഒടിച്ചൊക്കെ കൊണ്ടുപോകുമ്പോൾ എത്ര സങ്കടം ഉണ്ടാവും എന്നുള്ള അറിയാം. അതുകൊണ്ട് കൂടുതലുണ്ടെങ്കിൽ ചോദിച്ചിട്ട് അവരെ കൊണ്ട് തന്നെ വെട്ടിച്ച് കൊണ്ടുവരാമെന്നല്ലാതെ ഞാനങ്ങനെ ചെയ്യാറില്ല കേട്ടോ. ഇതിപ്പോൾ എൻ്റെ വീട്ടിലല്ലേ അതുകൊണ്ടാണ്. പിന്നെ എൻ്റെ ഏട്ടാ ഞങ്ങളെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ്. ഇതാ ഫ്രണ്ട് ഭാഗത്ത് ക്യാറ്റ്സ്ക്ലോ കാണുന്നില്ലേ, നിറച്ചും ഇത് വിരിയുന്ന കാഴ്ച മനോഹരമാട്ടോ. എൻ്റെ ഓർമ്മയിൽ ഒരു 15 വർഷത്തിൽ ഏറെ പഴക്കമുണ്ട്. ഒരു പ്രാവശ്യം അത് റോഡ് നന്നാക്കാൻ ഫുള്ള് പോയതായിരുന്നു. എന്നിട്ട് വീണ്ടും അത് ഇതേപോലെ തന്നെ വളർന്നു വന്നിട്ടുണ്ട്. നല്ല ഭംഗിയിൽ നിറഞ്ഞ് ഇല കാണാതെ പൂക്കൾ വിരിയും കേട്ടോ. അത്രയ്ക്ക് ഇതാണ്. കണ്ടോ, അവിടം വരെ ഉണ്ട്. ഫ്രണ്ടിൽ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ അതുണ്ട്. പിന്നെ അതിൻ്റെ ഒരറ്റത്ത് മാങ്കോസ്റ്റ് മരമുണ്ട്. മാങ്കോസ്റ്റ് മരത്തിൽ നിറച്ചും കായ്കളുണ്ട് കേട്ടോ. ഒരുപാട് കായ്കളൊക്കെ കൊഴിഞ്ഞു പോയി. ഏതായാലും പുറകിൽ കുരങ്ങന്മാരുടെ ശല്യം കാരണം മരങ്ങളൊക്കെ വെട്ടി. എങ്കിൽ പോലും മാങ്കോസ്റ്റ് മരത്തുമ്മൽ എൻ്റെ ആങ്ങളെ കൈ വെച്ചിട്ടില്ല കേട്ടോ. മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമാണത്. മൂപ്പരനെ നട്ടതുമാണ്. അപ്പോൾ നിറച്ചും കാഴ്ച എടുക്കുന്നുണ്ട്. പിന്നെ ബാക്ക് വശമൊക്കെ ഉള്ള കാഴ്ചകളാണ്. നമ്മൾ മരങ്ങളൊക്കെ വെട്ടിയ ഒരവസ്ഥയിലാണ്. മുമ്പ് ഞാൻ വന്നപ്പോൾ ഉള്ള പോലെയല്ല. പിന്നെ അമ്പൂത്തിമലയുടെ മനോഹരമായൊരു കാഴ്ച അവിടുന്ന് കാണാം. പക്ഷേ ക്യാമറയിൽ കൂടെ കാണുമ്പം അത്രയ്ക്ക് നന്നായിട്ടൊന്നും കാണുന്നില്ല. കാരണം ദൂരവശം ശരിക്കും കാണുകയാണെങ്കിൽ അതിമനോഹരം കേട്ടോ. ഞങ്ങൾ പടിഞ്ഞാറ് വശത്താണ് ഇത് കാണുന്നത്. അമ്പൂത്തി മലയുടെ ഭാഗങ്ങൾ കണ്ടോ, കാണുന്നില്ലേ? പിന്നെ കുറേ വീടുകളും കാടുകളും മരങ്ങളൊക്കെ ഉണ്ട് ചുറ്റുവട്ടത്തും. അങ്ങനെയാണ് ഞങ്ങളെ വീടിൻ്റെ ചുറ്റുവട്ടത്തുള്ള വീടുകളുടെയൊക്കെ ഒരു കാഴ്ചയാണ് കേട്ടോ. ബാക്കിലൊക്കെ മരങ്ങൾ വെട്ടിക്കണ്ടോ ഒഴിഞ്ഞിരിക്കുന്നു. മരങ്ങളല്ല വെട്ടിയിട്ടില്ല, മരങ്ങളുടെ ചില്ലകളൊക്കെ അഴിച്ചു. ഇപ്പം ഭയങ്കരമായിട്ട് ഈ കാട്ടുപന്നി അല്ലെങ്കിൽ കുരങ്ങൻ്റെ ഒക്കെ ശല്യം കാരണം ഇപ്പോൾ ഒന്നും നിർത്താൻ കഴിയാത്തൊരവസ്ഥയായി. കാരണം അത്രയ്ക്ക് ഇതായിട്ടുണ്ട്. അത് കാരണമാണ് ഒക്കെ വെട്ടേണ്ടി വന്നു. എല്ലാം കായ്ച്ചു കിടക്കുന്നുണ്ട്. ഒരുപാട് ഫ്രൂട്ട് പ്ലാന്റുകളുണ്ട്, ഒക്കെ കായ്ച്ചു കിടന്നിരുന്നു. എല്ലാം വെട്ടേണ്ടി വന്നു. ഇപ്പോൾ വെളിച്ചമായിട്ട് കിടക്കുകയാണ്. മരങ്ങൾ മാത്രമുണ്ട് കേട്ടോ. മരങ്ങൾ അതിനിയും വളർന്നോളും. മാങ്കോസ്റ്റിന്മേൽ മാത്രം കൈ വെച്ചിട്ടില്ല. നിറച്ചും കായുണ്ട്, കായ് പിടിക്കുകയും ചെയ്തിട്ട് നമ്മൾ കാണൂല, നിറച്ചും ഇലകളായതുകൊണ്ടേ കാണൂല. ഇതൊക്കെയാണ് കേട്ടോ ഏകദേശം എൻ്റെ ചുറ്റുവട്ടത്തെ കാഴ്ചകൾ.